ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫൈനൽ അക്കൗണ്ട്സിലെ, അതായത് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. From the following items appearing in the books of a business as at 31st December 2013, prepare manufacturing account, trading account, profit and loss account. മാനുഫാക്ചറിങ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്ന സമയത്ത് സാധാരണ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് കൂടി ചെയ്യുന്നത് കൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രേഡിംഗ് അക്കൗണ്ടിലും വർക്ക് ഇൻ പ്രോഗ്രസ് അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആണ്, അതായത് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. അതേപോലെ ഡിസ്കൗണ്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഫാക്ടറി വേജസ്. അപ്പോൾ ഫാക്ടറി എന്നുള്ള ഹെഡിൽ എന്ത് വന്നാലും അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ്. പിന്നെ ഇൻഡയറക്റ്റ് വേജസ്. അപ്പോൾ ഇൻഡയറക്റ്റ് വേജസ് മാനുഫാക്ചറിങ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറി വേജ്. അപ്പോൾ ഫാക്ടറി വേജസ് നമ്മൾ പ്രൈം കോസ്റ്റ് കാണുമ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എടുക്കേണ്ടതായിട്ടാണ്. അതിന് താഴെ പ്രൈം കോസ്റ്റിന് ശേഷമാണ് ഇൻഡയറക്റ്റ് വേജസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ടാണ് റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. അത് ഫാക്ടറി എന്നായതുകൊണ്ട് അത് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഫാക്ടറി ആയതുകൊണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. നെക്സ്റ്റ് പവർ പ്രൊഡക്ഷന് വേണ്ടിയുള്ളതായതുകൊണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് റിപ്പയേഴ്സ് ആണ്. അപ്പോൾ റിപ്പയേഴ്സ് ഫാക്ടറി ബിൽഡിംഗ് റിപ്പയേഴ്സ് ആയതുകൊണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് കാരേജ് ഇൻവേർഡ്സും കാരേജ് ഔട്ട്വേർഡ്സും. കാരേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസും കാരേജ് ഔട്ട്വേർഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ കാരേജ് ഇൻവേർഡ്സ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പേർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടാണ് കാരേജ് ഇൻവേർഡ്സ്. കാരേജ് ഔട്ട്വേർഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പിന്നെ ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ മെറ്റീരിയൽ പർച്ചേസ്ഡ്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ടാണ്. അപ്പോൾ അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ മെറ്റീരിയൽ പർച്ചേസ്ഡ്. നെക്സ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് 2 ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട് ആയിരുന്നു, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾ 10,000 റുപ്പീസ് തരാനുണ്ട്. അപ്പോൾ അയാളോട് പെട്ടെന്ന് തരുവാണെങ്കിൽ 9,900 മതി, 100 ഡിസ്കൗണ്ട് ആണെന്ന് പറയാം. അതായത് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി അനുവദിക്കുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ പ്ലാന്റ് 16,000, ഫാക്ടറി ബിൽഡിംഗ് 600, ഓഫീസ് ഫർണിച്ചർ 600. ഇതിൽ പ്ലാന്റും ഫാക്ടറി ബിൽഡിങ്ങും മാനുഫാക്ചറിങ് അക്കൗണ്ടും ഓഫീസ് ഫർണിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. നെക്സ്റ്റ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് 31st December 2013 അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. പിന്നെ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കാണുന്ന സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലെസ് ചെയ്യുക മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ. ഓക്കെ, അപ്പം നമുക്ക് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം.
ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2013. ഈ ഹെഡിങ് ആണ് ഫസ്റ്റ് എഴുതുക. ഓക്കെ, നമുക്ക് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ടു കോസ്റ്റ് ഓഫ്, അതായത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഫസ്റ്റ് ഐറ്റാണ് ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ആ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ് നമ്മൾ കാണേണ്ടത്. അതിന് ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 8640. അതിൻ്റെ കൂടെ ആഡ് പർച്ചേസ് നെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് 1,42,620 ആയിരുന്നു. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് 3,400 ലെസ് ചെയ്തതിന് ശേഷം 1,39,220 കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ കാരേജ് ഇൻവേർട്സ് 12,000 ആഡ് ചെയ്യുക. അപ്പോൾ 1,59,860. അതിൽ നിന്ന് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 6,860. ആ ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്, 1,53,000. പിന്നെ നെക്സ്റ്റ് ഫാക്ടറി വേജസ് ആണ്, അതായത് ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യണം. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്ന സമയത്ത് ഫാക്ടറി വേജസ്, ആ ഫാക്ടറി വേജസ് ആഡ് ചെയ്യുക. ആ ഫാക്ടറി വേജസ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. ഫാക്ടറി വേജസ് 1,48,000 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് എത്ര കിട്ടി? 3,01,000 ആണ് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് 3,01,000. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് വേജസ്. അപ്പോൾ വേജസ് ആണ്, അത് ഇൻഡയറക്റ്റ് വേജസ് ആകുമ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് തന്നെ. പിന്നെ ഫാക്ടറി വർക്ക്സ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ് ഫാക്ടറി എന്നുള്ള ഹെഡിൽ, അതേപോലെ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് അതും ഫാക്ടറി എന്നുള്ള ഹെഡ് ആയതുകൊണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് പവർ. അപ്പോൾ പവർ 9,400 ആണ്. പിന്നെ നെക്സ്റ്റ് റിപ്പയേഴ്സ്. അപ്പോൾ റിപ്പയേഴ്സ് ഫാക്ടറി ബിൽഡിംഗ് റിപ്പയേഴ്സ് ആണ്. ഫാക്ടറി ബിൽഡിംഗ് റിപ്പയേഴ്സ് 800. അപ്പോൾ അതും മാനുഫാക്ചറിങ് അക്കൗണ്ട്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ പ്ലാന്റും ഫാക്ടറി ബിൽഡിങ്ങും മാത്രം മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ടോട്ടൽ 16,600. ടോട്ടൽ 3,37,600 ആണ്. ഇതിൽ നിന്ന് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഡിഫറൻസ്, അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2,000 ആണ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 1,000. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1,000. ആ 1,000 ലെസ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര കിട്ടും? 3,37,600 മൈനസ് 1,000, 3,36,600. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 3,36,600. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ 3,36,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ടോട്ടൽ രണ്ട് സൈഡിലും ഒരേപോലെ ഈക്വലായിട്ട് 3,36,600. അപ്പോൾ ആ 3,36,600 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡായി എഴുതുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് 3,36,600. ഈ 3,36,600 ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടാണ് 3,36,600. ഓക്കെ, ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടാണ് ഇത്, നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മാനുഫാക്ചറിങ് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ടു സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 16,000. പിന്നെ നെക്സ്റ്റ് ആയിട്ടാണ് നമ്മളുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് 3,36,600. ആ ബാലൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് 3,36,600. നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 4 lakhs സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 12,000. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ 4,12,000 ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ആ ടോട്ടൽ രണ്ട് സൈഡിലും ഒരേ ലെവൽ എഴുതുക, 4,12,000. അതിനുശേഷം ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടലും ഇതും തമ്മിലുള്ള ഡിഫറൻസ് 59,400 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഇതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2013. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം സാലറീസ്, അതായത് ഇതുവരെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും മാനുഫാക്ചറിങ് അക്കൗണ്ടിലും എഴുതാത്ത ഐറ്റംസ്, സാലറി, അതേപോലെ ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, കാരേജ് ഔട്ട്വേർഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അതേപോലെ ഡിപ്രീസിയേഷൻ
ഓഫീസ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ. ഓഫീസ് ഫർണിച്ചർ ഡിപ്രീസിയേഷൻ 600. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എവിടെ വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് എഴുതും. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസായ ഗ്രോസ് പ്രോഫിറ്റ് 59,400. ആ 59,400 ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും നോക്കുക. അപ്പോൾ ഈ 59,400 ആണ് കൂടുതൽ. അപ്പോൾ 59,400 രണ്ട് സൈഡിലും എഴുതിയതിന് ശേഷം ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ, അതായത് 600 വരെയുള്ള ടോട്ടൽ അത് ആഡ് ചെയ്തതിന് ശേഷം 59,400 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ, ആ ഡെബിറ്റ് സൈഡ് ടോട്ടൽ എല്ലാ എമൗണ്ടും ആഡ് ചെയ്തതിന് ശേഷം അത് ഈ 59,400 നിന്ന് മൈനസ് ചെയ്യാം. ആ മൈനസ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ബാലൻസാണ് 10,170. ആ 10,170 ആണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 10,170. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.